2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം കരസ്ഥമാക്കിയ UDF 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതത് മണ്ഡലങ്ങളിൽ വിജയിച്ച സ്ഥാനാർത്ഥികളെ തന്നെ കളത്തിലിറക്കാമെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. കാരണം 2019 ഉണ്ടായ അതേ വിജയം ആവർത്തിക്കുക എന്ന് തന്നെയായിരുന്നു ലക്ഷ്യം. അവിടെ ചില സ്ഥാനാർത്ഥികളെ മാത്രമാണ് ഒന്ന് മാറ്റി പയറ്റി നോക്കിയത്. 2024 അവരെ തന്നെ മത്സരിപ്പിക്കണമെന്ന തീരുമാനം കോൺഗ്രസിന് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുവാനൊക്കെ സമയം ഏറെ എടുത്തു. ആ സമയം കൊണ്ട് തന്നെ ഇടതുപക്ഷം തങ്ങളുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് ആദ്യഘട്ട പ്രചരണ പരിപാടികളും ആരംഭിക്കുകയും ചെയ്തു. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് 2019 ഓരോ മണ്ഡലങ്ങളിലും അനുയോജ്യരായ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് കളത്തിലിറക്കിയത്. വടകരയിലും തൃശ്ശൂരിലും ആറ്റിങ്ങിലും തിരുവനന്തപുരത്തും അങ്ങനെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിക്കും എന്ന് തീർച്ചയായും ഉറപ്പുള്ള അല്ലെങ്കിൽ ഉള്ള ഇടതുപക്ഷ നേതാക്കന്മാരിൽ വിജയസാധ്യത ഏറെയുള്ള സ്ഥാനാർത്ഥികളെ തന്നെ കളത്തിലിറക്കി. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 തന്നെ ആവർത്തിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലായിരുന്നു ഇടതിന്റെ കൊടി പാറിപ്പറന്നതെങ്കിൽ 2024 അത് മാറി ആലത്തൂരായെന്ന് മാത്രമേ ഉള്ളൂ. അതായത് 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 18 ഇടത്ത് UDF, ഒരിടത്ത് NDA, ഒരിടത്ത് മാത്രം LDF, അത് ആലത്തൂരിലും. സാക്ഷാൽ KK ശൈലജ ടീച്ചർ വരെ പരാജയപ്പെട്ട് മുട്ടുമടക്കിയ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയത്തിന്റെ വെണ്ണിക്കൊടി പാറിക്കുവാൻ ആകെ സാധിച്ചത് സിറ്റിംഗ് MP ആയ രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണന് മാത്രമാണ്. SSC മണ്ഡലമായ ആലത്തൂരിൽ K രാധാകൃഷ്ണൻ അല്ലാതെ ഇടതുപക്ഷത്തിന് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയില്ല എന്ന ബോധ്യത്തിന്റെ പുറത്തു തന്നെയാണ് അദ്ദേഹത്തെ കളത്തിലിറക്കിയത്. ഇടതിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള 20 സ്ഥാനാർത്ഥി തന്ത്രങ്ങളിൽ ആകെ വിജയിച്ചത് ആലത്തൂരിലെ സ്ഥാനാർത്ഥി തന്ത്രം മാത്രമാണ്. K രാധാകൃഷ്ണൻ അങ്ങനെ ലോക്സഭയിലേക്ക് ആലത്തൂരിന്റെ ശബ്ദമായി, അതിനേക്കാളൊക്കെ ഉപരി ഇടതിന്റെ ശബ്ദമായി, കേരളത്തിലെ LDFന്റെ ശബ്ദമായി പോകുന്നു. K രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് പോകുന്നതോടെ ഇനി ആരായിരിക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഒരു മന്ത്രി എന്നുള്ളതാണ് ഇനി ഉയരുന്ന പ്രധാന ചോദ്യം. ആലത്തൂരിൽ വിജയിച്ച മന്ത്രി K രാധാകൃഷ്ണൻ രാജിവെച്ചൊഴിയുമ്പോൾ ആ സ്ഥാനത്തേക്ക് മാനന്തവാടി MLA OR കേളുവിനാണ് മുൻഗണന. ഇത് സംബന്ധിച്ച തീരുമാനം ഒരാഴ്ചക്കകം ഉണ്ടായേക്കുമെന്നാണ് ഇടതുപക്ഷ പാളയങ്ങളിൽ നിന്ന് അറിയുവാൻ സാധിക്കുന്നത്. പാർട്ടി ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള പൊതു സ്വീകാര്യതയും 2 തവണ MLA ആയി എന്ന പരിഗണനയുമാണ് OR കേളുവിന് മുൻതൂക്കമായി നിൽക്കുന്നത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് കേളു എന്നതും പ്രധാനമാണ്. പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് OR കേളു മാത്രമാണ് ഉള്ളത്. പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള KM സച്ചിൻ ദേവ്, A രാജ, K ശാന്തകുമാരി, PV ശ്രീനിജൻ, PP സുമോദ്, MS അരുൺകുമാർ, OS അംബിക എന്നിവരാണ് സാധ്യതയിലുള്ള മറ്റു പ്രധാനപ്പെട്ട നേതാക്കന്മാർ. ഇവരിൽ 2 തവണ സാമാജികനായത് OR കേളു മാത്രമാണ്. തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന OR കേളു പിന്നീട് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാകുന്നു. ഒടുവിൽ ആ നിലകളിലെല്ലാം ശോഭിച്ചതിനു ശേഷം അന്നത്തെ സിറ്റിംഗ് MLAയും മന്ത്രിയുമായ PK ജയലക്ഷ്മിയെ പരാജയപ്പെടുത്തിയാണ് കേളു നിയമസഭയിലേക്ക് എത്തുന്നത്. പട്ടികവർഗ വിഭാഗങ്ങൾ കൂടുതലായും തിങ്ങിപ്പാർക്കുന്ന തിരുനെല്ലി മേഖലയിൽ MLAയുടെ പ്രത്യേക താല്പര്യപ്രകാരം സമഗ്ര രക്ഷാ കേരളം നടപ്പാക്കിയ സേവാസ് പദ്ധതിയും ഏറെ വിജയം കണ്ടതാണ്. ജില്ലയിലെ ഏക സേവാസ് ഗ്രാമപഞ്ചായത്തായി തെരഞ്ഞെടുത്തത് തിരുനെല്ലിയെയാണ്. മഹാപ്രളയത്തിൽ തകർന്നതുൾപ്പെടെയുള്ള റോഡുകളുടെയും പാലങ്ങളുടെയും നവീകരണവും OR കേളുവിന് സാമാജികൻ എന്ന നിലയിൽ ഏറെ ജനപ്രീതി നേടിക്കൊടുത്ത വിഷയങ്ങളാണ്. ലോക കേരള സഭയുടെ 4ാം സമ്മേളനം 13 മുതൽ 15 വരെ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. അതിനുശേഷം മന്ത്രി രാധാകൃഷ്ണൻ രാജിവെക്കുമെന്നാണ് സൂചന. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയങ്ങളൊക്കെ പരിഗണിച്ച് കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. 18, 19, 20 തീയതികളിൽ ഈ മാസം CPM സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട്. ഇതിനുശേഷം OR കേളുവിനെ മന്ത്രിയാക്കുവാനുള്ള ഔദ്യോഗിക തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. വയനാട്ടിൽ നിന്ന് ഇതുവരെ CPMന് മന്ത്രി ഉണ്ടായിട്ടില്ല എന്നതും OR കേളുവിന് മുൻഗണന നൽകുന്നതാണ്. എന്തായാലും OR കേളുവിന് ഇനി നൽകുവാൻ പോകുന്നത് ദേവസ്വം വകുപ്പാണോ അല്ല മറ്റേതെങ്കിലും വകുപ്പുകളാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. നിലവിൽ രാജ്യസഭാ സീറ്റിനെ തുടർന്നുള്ള തർക്കങ്ങളിൽ പല ഘടകകക്ഷികളും ഇടതുപക്ഷത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ OR കേളുവിന്റെ മന്ത്രിസ്ഥാനത്തിനും ഇടതുപക്ഷത്തിൽ പല മാറ്റങ്ങളും കോളിളക്കങ്ങളും ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടറിയേണ്ടതായുണ്ട്. വരും ദിവസങ്ങളിൽ അറിയാം K രാധാകൃഷ്ണൻ എന്ന ലോക്സഭ MPയുടെ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ സ്ഥാനത്തേക്ക് ആരായിരിക്കും മന്ത്രിപദം അലങ്കരിക്കുവാൻ എത്തുക എന്നുള്ളത്.